ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ ശിവാനി സത്യം പറയുന്ന എപ്പിസോഡ് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു ദിവസം രാവിലെ ഇങ്ങനെ നമ്മുടെ നിധി ആലോചിച്ചിരിക്കുകയാണ്, ഈ മെഡിക്കൽ ഷോപ്പിൽ പോയി എൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ള മരുന്നൊക്കെ വെച്ചതും അത് ഇങ്ങനെ മാറാൻ വഴിയില്ലല്ലോ. അപ്പോൾ അത് വീട്ടിൽ വന്നിട്ടായിരിക്കും മാറിയിട്ടുണ്ടാവുക. അപ്പോൾ അത് ശിവാനിയുടെ പണി തന്നെ ആയിരിക്കും. പക്ഷേ എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നിർമ്മലാൻ്റി വന്നിട്ട് നിധി നിധി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നീ എന്താ ആലോചിച്ചിരിക്കുക ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറഞ്ഞു, അല്ല ആൻറ്റി, മരുന്ന് എങ്ങനെ മാറിയെന്ന് ഞാൻ ആലോചിച്ചു, അതെങ്ങനെ എൻ്റെ ബാഗിൽ വന്നത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടണില്ല എന്ന് പറയും. അപ്പോൾ നിർമ്മല ആൻറ്റി പറയുന്നുണ്ട്, അത് ചെയ്തവർ നമ്മുടെ മുന്നിലും കൂടെ നടക്കുന്നുണ്ടാവും, പക്ഷെ നമുക്ക് തെളിവൊന്നുമില്ലല്ലോ അപ്പോൾ അവരെ പിടികൂടാനായിട്ട്. നീ വിഷമിക്കണ്ട, നിനക്ക് ഞാൻ ചായ എടുക്കട്ടെ ചോദിക്കുന്നുണ്ട്. വേണ്ട ആൻറ്റി, എനിക്ക് വെള്ളം മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. അപ്പോൾ വെള്ളം അങ്ങനെ കുടിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് വെള്ളം അങ്ങനെ പിടിച്ചിരിക്കണം. എനിക്ക് അന്നത്തെ സംഭവങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് നിധി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിധിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഗുളിക വന്ന സമയത്ത് നിധിയോട് നമ്മുടെ ശിവാനി പറയണത്, ഇതൊന്ന് വെള്ളമൊന്നും എടുത്തു കൊണ്ടുവരുമോ എന്ന് ചോദിക്കണ ഇത് ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ തോന്നിയിട്ടുണ്ട്, ഞാൻ വെള്ളം എടുക്കാൻ പോയ സമയത്ത് ഇവളും മരുന്ന് മാറ്റി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കാണണം കേട്ടോ. സോഫയിൽ വെച്ചതും മാറ്റണതൊക്കെ ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ എന്നിട്ട് പെട്ടെന്ന് പറയുന്നത്, കണ്ടുപിടിച്ചു ആൻറ്റി, ശിവാനി തന്നെയാണ് മരുന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ മരുന്ന് മേടിച്ച് വന്ന സമയത്ത് അവൾ എന്നോട് വെള്ളം എടുത്തുകൊണ്ടിരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അവൾ മരുന്ന് മാറ്റിയിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൻറ്റി വേണ്ടി ഭയങ്കര ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെ ചോദിക്കുന്നുണ്ട് കേട്ടോ. CKCയുടെ കൂടെ കൂടിയിട്ടേ അവളെ എനിക്കിട്ട് പണി തന്നതാ. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ വിലസി നടക്കുക. ഒരു വഴിയുണ്ട്, ആൻറ്റി കൂടെ വാ എന്നും പറഞ്ഞിട്ട് ആൻറ്റിയും കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശിവാനി പാട്ടൊക്കെ കേട്ട് അവിടെ ലയിച്ചിരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ നിധി പറയണേ, എന്താ അവളുടെ ഇരിപ്പ്, എല്ലാം ഒപ്പിച്ച് വെച്ചിട്ടൊന്നും അറിയാത്ത പോലെ ഇരിക്കുന്ന കണ്ടില്ലേ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ചെന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഒരു പുച്ഛഭാവത്തോട് കൂടിയിട്ടൊന്നും അറിയാത്ത പോലെ വീണ്ടും ഇരുന്ന് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിധിക്ക് ദേഷ്യം വന്ന് ഹെഡ്സെറ്റ് എടുത്ത് മാറ്റി. എന്നിട്ട് എന്താണ് നീ കാണിക്കണേ, ഒരു മര്യാദ ഇല്ലേന്ന്, നീ മര്യാദയെക്കുറിച്ച് നീ എന്നോട് സംസാരിക്കരുത് എന്ന് പറയുന്നത്. നീ എന്തിനപ്പോൾ വന്നേ ചോദിക്കുന്നത്. അതെ, ഒരു കാര്യം പറഞ്ഞിട്ട് പോകാൻ വന്നതാ എന്ന് പറയുന്നു കേട്ടോ നിധി. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്കേ മരുന്ന് മാറ്റി തന്നത് ആരാന്നറിയോ ചോദിച്ചു. അപ്പം നീയല്ലേ പറഞ്ഞത് അത് CKC ആന്ന്. അല്ലടി, അത് ഞാനാ എന്ന് പറഞ്ഞു. അപ്പോൾ ശിവാനി പറയണേ, അത് ചെയ്തത് ഞാനല്ലേ, പിന്നെ എന്തിനിപ്പോൾ ഇവളിങ്ങനെ പറയണത് എന്ന് ആലോചിച്ച് നിൽക്കണം കേട്ടാ. ഞാനും ഗൗതമും കൂടിയിട്ടേ അത് ചെയ്തിട്ട് CKCയുടെ തലയിലിട്ടതാ. അപ്പോൾ എന്താ നീ ഇങ്ങനെ നിൽക്കുന്നത്, എനിക്കൊരു റിയാക്ഷനൊന്നും ഇല്ലല്ലോ, കേട്ടപ്പോൾ തന്നെ എന്നെ ചാടി കയറി വരേണ്ടതല്ലേ എൻ്റെ നേർക്ക്. അപ്പം നിനക്കറിയാം മരുന്ന് മാറ്റിയത് ഞാനല്ലാന്ന് അല്ലേ. അല്ല അത് പിന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. മിണ്ടാതിരിക്കടി, നീ തന്നെയാണ് മരുന്ന് മാറ്റിയത് എൻ്റെ ബാഗിൽ വെച്ചത്, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ശിവാനിയുടെ റിയാക്ഷൻ ശരിയായിട്ട് ഞെട്ടി. അപ്പം ഇപ്പോഴാണ് റിയാക്ഷൻ കറക്റ്റായത് അല്ലേ, നീ ചെയ്തതല്ലേ, എല്ലാം നിർമ്മല ആൻറ്റി കണ്ടു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൻറ്റി പെട്ടെന്ന് ഞെട്ടി, ഞാനോ, ഇത് എന്തപ്പോൾ പുള്ളി ഇങ്ങനെ പറയണേന്നുള്ള ലെവലിൽ കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വന്നപ്പോൾ എന്നോട് വെള്ളമില്ല, ഗുളിക കഴിക്കാൻ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആ സമയത്താണ് നീ എൻ്റെ ബാഗിൽ മരുന്ന് ലിസ്റ്റും വെച്ചത് അല്ലേ. ആൻറ്റി പറഞ്ഞു കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് നിർമ്മല ആൻറ്റി നോക്കിയിട്ട് നിധി കണ്ണിറക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൻറ്റി പെട്ടെന്ന് ഞെട്ടിയിട്ട് പറയാം, ഞാൻ കണ്ടതാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി പറയുന്നുണ്ട്, എന്താ നീ നോണ പറയാണോ, ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് ആൻറ്റീനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പറയുന്നുണ്ട്, വേലക്കാരുടെ സ്ഥാനത്ത് നിന്നാൽ മതി, ഇവളുടെ കൂടെ കൂടിയിട്ട് രണ്ടുപേരും കൂടി നാടകം കളിക്കുക, എന്നെ കുറ്റക്കാരിയാക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ ഇങ്ങനെ നോണ പറയുന്നത് എനിക്കറിയാടി, എൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ടോ നിധി. എന്ത് തെളിവ് ചോദിക്കുന്നത്. നീ മരുന്ന് മാറ്റേണ്ടത് ആൻറ്റിയുടെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അവന് ശരിക്കും ഞെട്ടി, ദൈവമേ കുടുങ്ങി എന്നുള്ളതിന് ആൻറ്റി ഞെട്ടിട്ടോ. എന്നിട്ട് ആൻറ്റി ആ ഫോൺ എടുക്ക്. അപ്പോൾ ആൻറ്റി, ഏത് ഫോൺ, ആൻറ്റി ആ റെക്കോർഡ് ചെയ്തില്ലേ, ആ ഫോൺ എടുക്ക് എന്ന് പറഞ്ഞിട്ട് കണ്ണിറക്കി കാണിച്ചു. അപ്പോൾ ആൻറ്റി വേഗം ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി ഇത് പിടിച്ച് കണ്ടോ, എല്ലാം ഇതിലുണ്ട്, ഇത് കൊണ്ടുപോയി ഞാൻ എല്ലാവരും കാണിക്കും, പ്രണവിനെയും കാണിക്കും. അപ്പോൾ അവൻ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും, നിനക്കേ ഇനി കുഞ്ഞിനെ വീട്ടിൽ എന്നിട്ട് പ്രസവിക്കാം കേട്ടോ. അപ്പോൾ നീ പെട്ടിയും കിടക്കിയൊക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്നോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അയ്യോ നിധി, അങ്ങനെ ചെയ്യല്ലേ നിധി എന്ന് പറയുന്നുണ്ട്. നീയല്ലേ പറഞ്ഞേ നീയൊന്നും ചെയ്തിട്ടില്ലാന്ന്, പിന്നെ നിനക്കെന്താ പേടി ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ പേരിൽ ഞാൻ ചില്ലറ പഴിയൊന്നല്ല കേട്ടത്, എല്ലാവരും എന്തൊക്കെയാണ് എന്നെ പറഞ്ഞത്, ഒരു കുഞ്ഞിനില്ലാണ്ടൊക്കെ ശ്രമിച്ചു എന്നുള്ള പഴിയാണ് ഞാൻ കേട്ടത്, ഇതെനിക്ക് തെളിയിച്ചേ പറ്റൂ. അപ്പോൾ ശിവാനി കാല് പിടിക്കുന്നുണ്ട് കേട്ടോ. ഞാനാ തെറ്റി, ഞാനാ മരുന്ന് മാറ്റി വെച്ചത്, നിന്നുള്ള ദേഷ്യത്തിൽ അങ്ങനെ ഞാൻ ചെയ്തു പോയതാ, എന്നോട് ക്ഷമിക്കണം, പ്രണവ് ഇത് കണ്ട് എന്നെ ഇവിടുന്ന് പെറുക്കി വിടും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി ചെവിക്ക് പിടിച്ചിട്ട് അങ്ങോട്ട് എണീപ്പിച്ചു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് വിഷാടിയെന്ന് എൻ്റെ ഉള്ളിൽ, എന്തിനാ നിനക്ക് എന്നോട് ഇത്ര ദേഷ്യം, എനിക്കേ മാപ്പില്ല, നീയല്ലേ എന്നോട് പറഞ്ഞേ ഈ വീട് വിട്ടു പോവാൻ അല്ലേ, ഇപ്പോൾ തെറ്റിയത് നീയല്ലേ, കുറ്റവാളി നീയല്ലേ, അപ്പോൾ നീയല്ലേ പോകേണ്ടത്, ഈ വീട് വിട്ട് നീ പോവോ
നീ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇതെല്ലാവരും ഞാൻ കാണിക്കാൻ പോകാമെന്നിട്ട് വീണ്ടും നിധി അങ്ങോട്ട് പോകട്ടെ, വാൻറ്റിന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അപ്പം നിധി വീണ്ടും പിടിച്ച് വലിക്കുന്നുണ്ട്. പ്ലീസ് ഡേ, ഞാൻ നിൻ്റെ അനിയത്തിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പ്രചോദി. തെറ്റ് പറ്റി ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല, നീ എന്നെ വിശ്വസിക്കുക പ്ലീസ്. ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യടി എന്ന് പറയുന്നുണ്ട്. ഡിലീറ്റ് ആരും കാണിച്ചു കൊടുക്കല്ലേ എന്നൊക്കെ പറയുന്നിട്ട് കാല് പിടിച്ച പോലെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പറയട്ടെ, അതെ ഞാൻ വിചാരിച്ചാലും ഈ വീഡിയോ ഇനി ഡിലീറ്റ് ആക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിവാനി പറയുന്നുണ്ട് എന്നിട്ട് എന്താ അങ്ങനെ എന്ന് പറയുന്നുണ്ട്. അതിനതിലൊരു വീഡിയോ ഇല്ല, ആൻറ്റി ഒന്നും റെക്കോർഡ് ചെയ്തിട്ടുമില്ല. മരുന്ന് മാറ്റിയതേ നീയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു നുണ പറഞ്ഞു നോക്കിയത്. എനിക്ക് പണ്ടേ നിൻ്റെ മേലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പേടിച്ചപ്പോൾ നീ സത്യം പറഞ്ഞു, അതാണ് ഇപ്പം ഉണ്ടായത്. നമ്മുടെ നിർമ്മലാൻറ്റി ഇങ്ങനെ വിചാരിച്ച് നിൽക്കണം കേട്ടോ. ഓ എൻ്റെ മരുമകൾ മോന് പറ്റിയ പെണ്ണെന്നെ, ഭയങ്കര കില്ലാടി പെണ്ണെന്നെ എന്ന് പറഞ്ഞിട്ട് മനസ്സിലിങ്ങനെ വിചാരിച്ച് നോക്കിയിട്ട് ചിരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. നിനക്കൊരു 10 മാസമെങ്കിലും ഒന്ന് നന്നായിരുന്നു ഇവിടെ, നിൻ്റെ ഈ പൊട്ട സ്വഭാവങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട്. ഇല്ലെങ്കിൽ നിൻ്റെ കൊച്ചിനും അതേ സ്വഭാവം തന്നെയാവും. ആ കുഞ്ഞിനെ ഓർത്തിട്ട് ഞാനിപ്പോൾ വെറുതെ വിടണേ, ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായ നോക്കിക്കോ നീ എന്നും പറഞ്ഞിട്ട് നിധി പോണ്ട് കേട്ടോ. അടി നടന്നിട്ട് തിരിച്ച് വരുന്നുണ്ട്. തിരിച്ച് വന്നിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ലടി എനിക്കൊരു സംശയം, ഈ ഗർഭിണികളൊക്കെ ഇങ്ങനെ കുട്ടിയെ വെച്ചിട്ട് കള്ളസത്യം ചെയ്യുമോ? നീ മരുന്ന് മാറ്റി വെച്ചിട്ട് നീ അത് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ട് നീ കുഞ്ഞിൻ്റെ മേലെ കള്ളസത്യം ഇട്ടു. എനിക്ക് നിൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടോ? നീ ഗർഭിണി തന്നെയാണോ? നിനക്കപ്പോൾ സ്വന്തം കുഞ്ഞിന് എന്ത് പറ്റിയാലും വേണ്ടില്ല, എന്നെ ഇവിടെ നിന്ന് പുറത്താക്കണം, അതല്ലേ നിനക്ക് ഉദ്ദേശം? എന്തൊരു ജന്മാടി നീയൊക്കെ എന്നും പറഞ്ഞിട്ട് നിധി വീണ്ടും പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ശിവാനിശെ ആ വേലക്കാരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ കാല് പിടിക്കേണ്ടി വന്നു എന്നും പറഞ്ഞിട്ട് ആ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ സത്യം ഇപ്പോഴും നിർമ്മലാൻ്റെയും നിധിയും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. എല്ലാവരും മുന്നിൽ വെച്ചിട്ട് വേണമായിരുന്നു, അത് പറ്റിയില്ല. അതിൽ നിധിനി ഗൗതമിൻ്റെ ഒക്കെ ഡൗട്ട് തീർന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. ഇതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ട് എപ്പിസോഡുകൾ വേണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.